വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശിമിയോൻ എന്ന വന്യ വയോധികനായ പ്രവാചകൻ ശിശുവായ യേശുവിനെ കയ്യിലേന്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട അതിശ്രേഷ്ഠമായ വചനങ്ങൾ നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, അടക്ക, ഉയർപ്പ് വളരെ വ്യക്തമായിട്ട് ഒരുവൻ മനസ്സിലാക്കണമെന്ന് വരികിൽ സുവിശേഷങ്ങളിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ലോകപ്രശസ്ത ഗ്രന്ഥകാരൻ H.G. വെൽസ് അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ കുറിച്ചറിയാൻ ഒരു മാർഗമേ ഉള്ളൂ. അത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ 4 സുവിശേഷങ്ങളാണ്. ഈ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ അവിടുത്തെ പരസ്യ പ്രവർത്തനം, തുടർന്നുള്ള അവിടുത്തെ ജീവിതം, അവിടുത്തെ ക്രൂശുമരണവും ഉയർപ്പും ശിഷ്യഗണത്തിന് പ്രത്യക്ഷമാകുന്നതുമൊക്കെ മറ്റേതൊരു സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ വളരെ ക്രമമായും വിദഗ്ധമായും ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നത്. വേദഭാഗം നേരത്തെ തന്നെ ഞാൻ പറയുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വാർദ്ധക്യത്തിൻ്റെ ചുളുക്കം ബാധിച്ച കരങ്ങളിൽ മറിയയുടെ കയ്യിൽ നിന്ന് ശിശുവിനെ വഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിമിയോൻ, കാലവും ലോകവും ഒരുപോലെ കാത്തിരുന്ന കാലത്തിൻ്റെ സമ്പൂർണതയിൽ ലോകത്തിൽ അവതീർണനായ ക്രിസ്തുവേശുവിനെയാണ്. യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ കാലത്തിൻ്റെ സമ്പൂർണതയാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നത്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചുവെന്നാണ്. സാധാരണ വേദപുസ്തകത്തിലെ ഈ പദമെടുത്തുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ പ്രഭാഷണ മധ്യേ ഉപയോഗിക്കുന്ന വാക്കാണ് കാലസമ്പൂർണത എന്നുള്ളത്. ശിമിയോൻ എന്ന ഈ പ്രവാചകൻ്റെ കയ്യിൽ കാലസമ്പൂർണതയിൽ ജനിച്ച സ്ത്രീയുടെ സന്തതിയാണ് ഒതുങ്ങിയിരിക്കുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ അല്പം മുമ്പ് ഓർപ്പിച്ചതുപോലെ, കാലവും ലോകവും ഒരുപോലെ കാത്തിരുന്ന ആ വ്യക്തിത്വം, ചരിത്രത്തെ 2ആയിട്ട് വിഭജിച്ച ആ വ്യക്തിത്വം, ചരിത്രത്തിന് എത്താൻ കഴിയാത്ത ഇടത്ത് നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ആ വ്യക്തിത്വം, അവിടുന്ന് കാലസമ്പൂർണതയിലാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചത്. കാലസമ്പൂർണത എന്ന പദത്തിന് ഒരുപാട് വിശാലമായ ആശയങ്ങളുണ്ട്. ബൈബിൾ സംബന്ധിയായും ചരിത്ര സംബന്ധിയായുമുള്ള ആശയങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന ഒരു ബൈബിൾ പദമാണ് കാലത്തിൻ്റെ സമ്പൂർണത.
ബൈബിൾ സംബന്ധമായ ഒരു വിശദീകരണം അതിന് കൊടുത്താൽ 3 കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. ഒന്ന്, ദൈവം അവിടുത്തെ പുത്രനെ അയക്കാൻ നിശ്ചയിച്ചിരുന്ന സമയം, അതാണ് കാലത്തിൻ്റെ സമ്പൂർണ്ണത. രണ്ടാമത്, മറ്റൊരു വിശദീകരണം അതിന് കൊടുത്താൽ ഒരു നിശ്ചിത സമയത്തിൻ്റെ അവസാനത്തിനു ശേഷം ദൈവം അവിടുത്തെ പുത്രനെ അയച്ച സമയം, അതും കാലത്തിൻ്റെ സമ്പൂർണ്ണതയുടെ വിശദീകരണമായിട്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്, ദൈവം നിത്യതയിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത സമയമാണ് കാലത്തിൻ്റെ സമ്പൂർണ്ണത. ബൈബിൾ സംബന്ധിയായി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ആശയങ്ങളാണ് അതൊക്കെയും. ഇനി കാലത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് ചരിത്ര സംബന്ധമായി കൊടുത്താൽ അവിടെയും 3 കാര്യങ്ങൾ നമുക്ക് വിശദീകരിപ്പാൻ കഴിയും. ഒന്ന്, ഏകദൈവ വിശ്വാസവും മശിഹയെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ പ്രവചനവും യഹൂദ മതത്തെ ഒരുക്കിയിരുന്ന സമയമെന്ന് കാലസമ്പൂർണ്ണതയ്ക്ക് പറയാൻ കഴിയും. രണ്ടാമത്, അന്നത്തെ പൊതുഭാഷയായ ഗ്രീക്ക് ഭാഷ സുവിശേഷം പ്രചരിപ്പിക്കാൻ കഴിയും വിധം യവനായ മതം ഒരുക്കപ്പെട്ട സമയം. മൂന്നാമത്, റോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരതയാൽ പുരാതന ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഒന്നിപ്പിച്ചുകൊണ്ട് യാത്രാ സൗകര്യത്തിൽ റോഡുകൾ വികസിപ്പിച്ചെടുത്ത സുവിശേഷ പ്രചരണത്തിന് ഒരുക്കപ്പെട്ട സമയം. എത്ര ആളുകൾക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ബൈബിൾ സംബന്ധമായും ചരിത്ര സംബന്ധമായും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന മനോഹരമായൊരു പദമാണ് കാലത്തിൻ്റെ സമ്പൂർണ്ണത. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് യേശു ലോകത്തിലേക്ക് വന്നു, സ്ത്രീയുടെ സന്തതിയായി. യേശുവിന് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ പ്രയോഗമാണ് സ്ത്രീയുടെ സന്തതി എന്നുള്ളത്. നമ്മളെ ആരെയും സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കാറില്ല. ഈ അവനിയുടെ മുഖത്ത് സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരൊറ്റ വ്യക്തിയേയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് സംബന്ധിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും എന്ന് ആദ്യത്തെ പ്രവചനം കൊടുക്കുമ്പോൾ അവിടെ സംബോധന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ സ്ത്രീയുടെ സന്തതിയായി ദൈവം അവിടുത്തെ പുത്രനെ നിയോഗിച്ചയച്ചതാണ് ഗലാത്യലേഖനം 4:4 നാം കണ്ടത്. പുരുഷ സമ്പർക്കം കൂടാതെ, രക്തം കൂടാതെ, ജഡത്തിൻ്റെ ഇഷ്ടം കൂടാതെ ലോകത്തിലേക്ക് അവതീർണനായി തീർന്ന യേശുവിനെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയുന്നത്? ദൈവമക്കളായി ജനിക്കുന്നതിനെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം സുവിശേഷം 1-ാം 13 ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പുരുഷന്റെ ഇഷ്ടത്താലോ ജഡത്തിൻ്റെ ഇഷ്ടത്താലോ രക്തത്താലോ അല്ല ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ ജനിക്കുന്നത്. അത് ഞാൻ ഇവിടേക്കൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബേത്ലഹേമിൽ ഭൂജാതനായി തീർന്ന ദൈവപുത്രനെ സംബന്ധിച്ച് വേദപഠിതാക്കൾക്കും ക്രിസ്തു ഭക്തർക്കും ഏകനാവാൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: അവിടുന്ന് ജനിച്ചത് ജഡത്തിൻ്റെ ഇഷ്ടത്താലോ പുരുഷന്റെ ഇഷ്ടത്താലോ രക്തത്താലോ അല്ല, പരിശുദ്ധാരൂപിയാൽ ജനിച്ചുവെന്നുള്ളത്
ഞാൻ ആവർത്തിച്ചു പറയേണ്ടതായിട്ടില്ലല്ലോ. സമയത്തിൻ്റെ പരിമിതി നന്നായിട്ടറിയാം. ഒരുപക്ഷെ ഞാൻ കയറി നിന്നപ്പോൾ ഇയാൾ പെട്ടെന്ന് പ്രസംഗം തീർക്കുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് നടക്കുകയില്ലെന്നുള്ളത് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ പറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയയോട് ദൂതൻ പറയുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നാണ്. ആ നിഴലിടുമെന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുരൂപമലയിലെ സംഭവത്തോടുള്ള ബന്ധത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മേഘം വന്ന് നിഴലിട്ടു എന്നവിടെ കാണുന്നുണ്ട്. പിന്നെ നിഴലിടുക എന്നൊരു പ്രയോഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലാണ്. അപ്പോസ്തലനായ പത്രോസും മറ്റുമൊക്കെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ നിഴല് തട്ടി രോഗികൾക്ക് സൗഖ്യം വരേണ്ടതിന് വഴിയരികിൽ കൊണ്ടുപോയി കിടത്തുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ നിഴല് തട്ടുക, നിഴലിടുക എന്നൊരു പ്രയോഗമുണ്ട്. ഇനിയൊരു പക്ഷേ മറ്റൊരു കാര്യം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് ഹൃദയത്തിൻ്റെ തുടിപ്പ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സമാഗമന കൂടാരത്തിൽ മേഘം നിറഞ്ഞു എന്നൊരു പ്രയോഗം പുറപ്പാട് പുസ്തകത്തിലുണ്ട്. ആ മേഘം മൂടി എന്നുള്ള ആ പ്രയോഗം മൂലഭാഷയിൽ നിന്ന് അടർത്തി മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മേഘം നിഴലിട്ടു എന്നാണ്. അങ്ങനെ മേഘം നിഴലിട്ട് അവിടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തോടുകൂടെ അധിവസിച്ചത്. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ പറയട്ടെ: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയയുടെ ഉദരത്തിൽ നിഴലിട്ടതിൻ്റെ ഫലമായി മറിയയുടെ ഉദരം മശിഹാ തമ്പുരാൻ വസിക്കുന്ന ഒരു മന്ദിരമായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. എനിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ മറ്റൊന്നും പറയാറില്ല. യേശുവിനെ മാത്രം ആദ്യം മുതൽ ഒടുവ് വരെ. സഭകളിൽ പ്രസംഗിച്ചാൽ സഭയാണ് വിഷയം. ഇത് രണ്ടുമാണല്ലോ കാര്യം. അല്ലാതെ എന്തെല്ലാം പറഞ്ഞാലും പ്രയോജനം വല്ലതുമുണ്ടോ? അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ യേശു ഇപ്പോഴിതാ നാം ഓർത്തതുപോലെ ശിമിയോൻ പ്രവാചകന്റെ കയ്യിലാണ്. അയാൾ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ കയ്യിലേന്തിയ ശിമിയോൻ പറയുകയാണ്, നിന്റെ രക്ഷ ഞാൻ കണ്ടു എന്നാണ്. ഇന്ന് രാത്രിയിൽ ഈ പന്തലിലും പരിസരത്തുമൊക്കെയായി ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഈ രക്ഷ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം മുഖാന്തരമായി നിങ്ങൾ രക്ഷ കണ്ടെത്തിയവരായി ഭവനത്തിലേക്ക് കടന്നു പോകണം. ഇവിടെ രക്ഷ എന്നുള്ളൊരു പ്രയോഗം എടുത്തുകൊണ്ടാണ് എനിക്ക് ലഭിച്ച സമയപരിധിക്കുള്ളിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 രാത്രികളിലും കർത്താവിൻ്റെ ദാസന്മാർ മുഖാന്തരം വ്യത്യസ്തമായ വേദഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആലോചനകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. അതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ കരുതട്ടെ. വൈകുന്നേരത്തെ എൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപ് അങ്കമാലി കൺവെൻഷൻ്റെ ഓൺലൈൻ പരിശോധിക്കും. ആളുകളെയൊക്കെ ഒന്ന് കാണണം, ആളുകളുടെ ഇരിപ്പൊക്കെ ഒന്ന് കാണണം, ഉറങ്ങിയിരിക്കുന്നവരുടെ എണ്ണം ഒന്നെടുക്കണം, തുറന്നിരിക്കുന്നവരെ ഒന്ന് കാണണം, പാട്ട് എങ്ങനെയുണ്ട് എന്നൊന്നറിയണം, ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ഇന്നലെ വരെയുള്ളത് ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും എല്ലാ പ്രസംഗകരോടും പറയും, ഒരു നല്ല പ്രസംഗകൻ ഒരു നല്ല കേൾവിക്കാരനായിരിക്കണം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ് ഒറ്റ പ്രസംഗം ചെയ്താൽ മതി,
പിന്നെ ആരുടെയും പ്രസംഗം അദ്ദേഹത്തിന് കേൾക്കണ്ട. അതോടുകൂടെ അധോഗതിയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതൊക്കെ കേട്ടു, അവരുടെ വിഷയങ്ങളൊക്കെ കേട്ടു, അതിമനോഹരമായിരുന്നു. ആരെയും വിളിച്ചൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായ വിഷയങ്ങളായിരുന്നു. നന്നായിട്ട് അവർ അവതരിപ്പിച്ചു, അതും ആത്മാർത്ഥതയോടുകൂടെ തന്നെ അവതരിപ്പിച്ചു. ആ വിഷയത്തിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ വിഷയം കൊണ്ടുവരുന്നത്. ഇയാൾ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ രക്ഷ കണ്ടുവെന്നുള്ളത്. ഞാൻ ഓർപ്പിച്ചതുപോലെ രക്ഷയെന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ വിശദീകരണത്തിൽ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ ആത്മരക്ഷയാണ് വിഷയം. നാം അറിയുന്നത് പോലെ കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ചു, അതിനി ഒരു ആവർത്തനമില്ല, മനുഷ്യനിലെ 3 ഘടകങ്ങളെക്കുറിച്ച്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23 നാം അത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവും ദേഹവും എന്നവിടെ വായിക്കുന്നു. ഇന്ന് ലോകത്തിലെ മനുഷ്യനെന്ന് മാത്രമല്ല, ആത്മീയ തലത്തിലെ മനുഷ്യർ പോലും ശരീരത്തിൻ്റെ രക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതൊക്കെ ഈ കാലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാനിവിടെ പറഞ്ഞ് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് അങ്ങനെയുള്ളവരെ വലുതാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം മുഴുവൻ അവരാ. എൻ്റെ വിലയേറിയ സമയം ഞാൻ അതിന് കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു ഈ 3 രക്ഷയെ സംബന്ധിച്ചും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആത്മരക്ഷയ്ക്കാണ് അവിടുന്ന് പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ തന്നെ 2-3 ഉപദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട്. ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നാളെയെക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഉടുക്കാനും കുടിക്കാനും കഴിക്കാനുമുള്ളത് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ? യേശുക്രിസ്തു അവിടെ എന്താ കൊണ്ടുവരുന്നത്? മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള പ്രാധാന്യമാണ്. ഇന്ന് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കേണ്ടതിന് ദൈവവും ആത്മീയതയും ഒക്കെ 2ാം കിടയായി കണ്ട് അഹരോത്രം പണിയെടുത്ത് നേടാവുന്നതൊക്കെ നേടി മുന്നോട്ട് പോകുന്ന ഒരു വിഡ്ഢിയായ മനുഷ്യനെ സംബന്ധിച്ച് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. നിലമൊക്കെ കഴിഞ്ഞ ആണ്ടത്തേക്കാൾ നന്നായിട്ട് വിളഞ്ഞു. അദ്ദേഹം അതൊക്കെ കൊയ്ത് കളപ്പുരയിൽ കൂട്ടിവെക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ പറയുന്നത് എന്താണ്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ മേൽ വന്ന് വീഴുന്നത്. മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നാണ്. ഈ അങ്കമാലിയിലുള്ള ജനത്തോടും അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കുന്നു. എല്ലാവർക്കും വന്നിരിക്കാനുള്ള കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിശാലമായ പന്തലുമിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പുറത്താരെങ്കിലും കേൾക്കുന്നവർ പറഞ്ഞേക്കാം, കസേരയൊക്കെ കവിഞ്ഞല്ലോ. കസേര കവിഞ്ഞുവെന്നുള്ള ഭാരം വേണ്ട. ഞങ്ങളുടെ ജനമെന്നൊക്കെ പറയുന്നത് ഔദാര്യ മനസ്കര. അവർ നിന്നാലും കുഴപ്പമില്ല, അവരുടെ കസേര അവർ നിങ്ങൾക്ക് തരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില വ്യക്തമായിട്ട് അറിയുന്ന ക്രിസ്തുഭക്തരാണ് ഈ പന്തലിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? യേശു അവിടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വീണ്ടും നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 9-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
അവിടെ എന്താണ് വായിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴിയുന്ന മനുഷ്യരെ, കൊല്ലുവാൻ കഴിയുന്ന മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ കളയാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ശരീരത്തെക്കാൾ വലുതാണ് മനുഷ്യന്റെ ആത്മാവെന്നല്ലേ യേശു പഠിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിൻ്റെ രക്ഷയെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വീണ്ടും നമ്മൾ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു അത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അവിടെ എന്താണ് യേശു ചോദിക്കുന്നതിൻ്റെ പൊരുള്? ലോകത്തിലെ സകല നേട്ടങ്ങളെക്കാൾ വലുതാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ട് ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യൻ മനസ്സോടെ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവൻ നേടുന്ന നേട്ടത്തെക്കാൾ ഉന്നതമായി നിൽക്കുന്ന, വിലയുള്ളതായിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയെ അവൻ മറന്നുപോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി പറയട്ടെ, ഇവിടെ ആത്മരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മരക്ഷയ്ക്കാണ് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, രക്ഷയെന്നാൽ എന്താണ്? ഇതൊക്കെ ബാലപാഠങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതറിയാൻ വയ്യല്ലോ. അതിനാണല്ലോ ഈ യോഗം വെച്ചത്. അങ്ങനെയെങ്കിൽ രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധമായ അർത്ഥങ്ങളും ആശയങ്ങളുമൊക്കെയാണ് അതിന് കൊടുക്കുന്നത്. രക്ഷയെന്നുള്ളത് പലപ്പോഴും 24 മണിക്കൂറിൽ നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് രക്ഷ. എന്നാൽ പലതും ഉപയോഗിക്കുന്നത് ആത്മാവിനോട് ബന്ധപ്പെട്ടല്ല, ശരീരത്തോട് മറ്റും ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കുട്ടി 12ാം ക്ലാസ് അവൾ എഴുതിയപ്പോൾ തന്നെ അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. മാർക്കൊന്നും അധികം കിട്ടാൻ സാധ്യതയില്ല, തോൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. റിസൾട്ട് വന്നു. അലസമായിട്ട് അവളൊന്ന് നോക്കി, അവളുടെ പേര് കണ്ടു. നെഞ്ചത്തോട്ട് അവളുടെ കൈവച്ചിട്ട് ഇങ്ങനെ പറയും, ഹാവു രക്ഷപ്പെട്ടു. അതിനും പറയുന്നത് രക്ഷയെന്നാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ ഒരു രോഗിയെ കൊള്ളാവുന്ന ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദൈവാധീനം കൊണ്ടോ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടോ സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹവും വീട്ടുകാരും അയൽവാസികളും എല്ലാം ഇങ്ങനെ പറയും, ഏതായാലും ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന്. ഒരു കൂര മാത്രമുണ്ടായിരുന്ന വീട്, 4 കാലിൽ വെച്ചിരിക്കുന്ന ഒരു കൂര, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് 2 മക്കള് വെളിയിൽ ജോലിക്ക് പോയി, ഗൾഫിൽ ജോലിക്ക് പോയി. അവിടെ ചെന്ന് അവർക്ക് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമായി. അവർ ബാങ്കിലേക്ക് അയക്കാൻ തുടങ്ങി. അല്പവർഷം കഴിഞ്ഞപ്പോൾ കുടിലിരുന്നിടത്ത് മനോഹരമായ ഒരു ബിൽഡിങ്, ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന വീട്ടിൽ 2 മുന്തിയ കാറുകൾ കാർപോർച്ചിൽ കിടക്കുക. ഒരു ബനിയം പോലും ഇടാനില്ലാതിരുന്ന ഈ അച്ഛൻ ഇപ്പോൾ ടീഷർട്ടിലേ നടക്കുകയുള്ളൂ. ഒരു ടർക്കി ടവല് തോളത്തെപ്പോഴും കാണും. ഒരു മുതലാളി ചമഞ്ഞാണ്. അപ്പം നാട്ടുകാരെന്ത് പറയുമെന്നറിയാമോ? ആ 2 പിള്ളേര് പേർഷ്യയിൽ പോയതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. ഇതിനെല്ലാം പറയുന്നത് രക്ഷയെന്നാണ്. എന്നാൽ ഈ രക്ഷയാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ഇവിടെ രക്ഷയെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ആത്മാവിനോട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ രക്ഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ് രക്ഷയെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. എൻ്റെ 19ാം വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കൃപയാൽ വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട വലിയൊരു കൂട്ടം ദൈവമക്കളും ദൈവദാസന്മാരും ഇവിടെ ഇരിപ്പുണ്ട്.
ഞാൻ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് ഈ പാപത്തിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാവുന്ന പാഠത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒന്നുകൂടെ ഞാൻ കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ പാപത്തിൻ്റെ ശിക്ഷ? ചില ആളുകൾ പറയുന്നുണ്ട് ശിക്ഷയൊന്നുമില്ല, ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ജീവിച്ച് തീരുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇവിടെ കുറ്റവാളിയെ ശിക്ഷിക്കുന്ന ഈ ഒരു നീതിന്യായ കോടതിയുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ സ്വർഗീയമായൊരു കോടതി പാപിയായ മനുഷ്യനെ ശിക്ഷിക്കാനുണ്ട്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കൊരു ശിക്ഷയുണ്ട്. പ്രവചന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതാണ് രക്ഷിക്കപ്പെടുക, രക്ഷ എന്നൊക്കെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് പാപത്തിൻ്റെ ശിക്ഷ? റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം നമുക്കറിയാം. അതെന്താണ് ആ വാക്യം? അത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിത്യ ജീവൻ തന്നെ. അവിടെ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് എത്രയോ വ്യക്തമായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെയാണോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, പാപത്തിന് ശിക്ഷയുണ്ട്. ആ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മരിക്കുമെന്നാണ് പറയുന്നത്. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വന്നാട്ട്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം മനുഷ്യന് നിയമം കൊടുക്കുമ്പോൾ മനുഷ്യനോട് എന്താ പറയുന്നത്? ഈ ഫലം തിന്നാൽ നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ A.T. കോവൂർ അന്തരിച്ചു പോയി. അയാള് നിരീശ്വരവാദികളുടെ തലത്തൊട്ടപ്പൻ എന്നാണ് അദ്ദേഹത്തെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡോക്ടർ A.T. കോവൂരിൻ്റെ തിരഞ്ഞെടുത്ത 22 കൃതികൾ. അതിൽ അദ്ദേഹം ഈ വാക്യമെടുത്ത് ബൈബിളിലെ ദൈവത്തെ പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ബൈബിളിലെ ദൈവം നുണ പറയുന്ന ദൈവമാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്, മനുഷ്യനോട് ദൈവം പറഞ്ഞല്ലോ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും, എന്നിട്ട് മരിച്ചില്ലല്ലോ. പിന്നെയും അയാൾ ജീവിച്ചിരുന്ന് മക്കളെ ജനിപ്പിക്കുകയല്ലേ ചെയ്തത്. എന്നാൽ വേദപുസ്തക സംബന്ധമായി മനസ്സിലാക്കാത്തവർക്ക് ഇതൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ ബൈബിളിൽ 3 മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം എൻ്റെ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിച്ചതാണ്. അതിലൊന്നാമത്തേത് ആത്മീയ മരണമാണ്. ആത്മീയ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് വചനങ്ങൾ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിശേഷ നാമൊക്കെ എടുക്കുന്ന പരിചിതമായൊരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങൾ, നോക്കണം, അവര് ജീവനോടിരിക്കുകയാണ്. എഫെസോസിലെ ആളുകൾ ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നാണ്. ഇപ്പോൾ അവർ മരിച്ചവരല്ല, ക്രിസ്തു നിങ്ങളെ ജീവിപ്പിച്ചുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാരൻ W.V.H.P. എന്ന് പറയുന്ന ദൈവദാസൻ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്, ഈ ലോകമെന്ന് പറയുന്നത് ആത്മീയമായി മരിച്ചിരിക്കുന്നവരുടെ ശവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ശവപ്പറമ്പെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ വാസ്തവമായ കാര്യം തന്നെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യൻ മരിച്ചു. ആ മരണമെന്ന് പറയുന്നത് ആത്മീയ മരണമാണ്. ആത്മീയ മരണത്തിൻ്റെ പരിണിത ഫലമാണ് മനുഷ്യൻ ശാരീരികമായി മരിക്കുന്നത്. അതിനേക്കാൾ ഘോരമായൊരു മരണമാണ് നാം അറിയുന്നത് പോലെ നിത്യമായ നരകം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് നന്നായിട്ടറിയാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 8 വായിക്കുന്നു. എന്താണ്?
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണമെന്നാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പറയുന്നതും പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് പറയുന്നതും ശാരീരിക മരണത്തേക്കാൾ പ്രാധാന്യതയുള്ളത് ആത്മീയമായ മരണമാണ്, നിത്യ നരകമാണ്. ഇവിടെ നിന്നാണ് മനുഷ്യന് ഒരു വിടുതലിൻ്റെ ആവശ്യം വന്നിരിക്കുന്നത്. ഈ ശിക്ഷയിൽ നിന്ന് അവരെ ആരാണ് വിടുവിക്കുന്നത്? ഇവിടെ ഒരു ചോദ്യമാണ്. റോമാലേഖനം 7-ാം അധ്യായം നമുക്കറിയാം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിപ്പിച്ചു കൊണ്ടായിരുന്നത്. മൈക്കും പുസ്തകവുമായിട്ടൊക്കെയാ വായിച്ചവരിയ്പുണ്ട്. ഞാൻ ഈ ഒരുപാട് കാലമായി വായിപ്പിക്കാറില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഉപദേശിമാരെ ഇടയ്ക്കിടയ്ക്ക് പറയും പെട്ടെന്നാകട്ടെ, വായീര് അതിന് തന്നെ ഈ ശ്രോതാക്കളുടെ സമയം പോവുക. അതുകൊണ്ട് ഉപദേശിമാരൊക്കെ വചനം ഒന്നുകിൽ എഴുതിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ കാണാതെ പഠിച്ചുകൊണ്ട് വരണം. ക്ലാസ്സിനൊക്കെ പറയാം വായീരെന്നൊക്കെ പറയാം. പക്ഷേ ഈ കൺവെൻഷനിലൊക്കെ വന്ന് വായീരെന്നൊക്കെ പറയുന്നത് അതൊരു പഴഞ്ചൻ മോഡലാണ്. അങ്ങനെ പറയാതെ അങ്ങ് പറയണം നമ്മൾ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മടങ്ങി വരാം നമുക്ക്. അപ്പം നമുക്ക് അവിടെ അതാണ് കാണുന്നത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ, അതാണ് പാപത്തിൻ്റെ ശമ്പളം. ആ പാപത്തിൻ്റെ ശിക്ഷ അവിടെ നിന്ന് വിടുവിക്കപ്പെടുന്നതിനാണ് രക്ഷയെന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആരാണ് മനുഷ്യനെ അവിടെ നിന്ന് വിടുവിക്കുന്നത്? റോമാലേഖനം 7-ാം അധ്യായത്തിൽ ജനത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? അയ്യോ എനിക്ക് കഷ്ടം, ഈ മർത്യമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അത് പൗലോസിൻ്റെ ഒരു ഒറ്റപ്പെട്ട ചോദ്യമല്ല. മനുഷ്യ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തി മുതൽ പുരുഷാന്തരങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, അയ്യോ എന്നെ ആര് വിടുവിക്കും? ഇന്ന് രാത്രിയിൽ ഇതിന് ഉത്തരം പറയാൻ ഇവിടെ ഏതു മതമുണ്ട്? ഇതിന് ഉത്തരം പറയുവാൻ ഇവിടെ ഏത് സംഘടനയുണ്ട്? ഇതിന് ഉത്തരം പറയാൻ ഇവിടെ ഏതു മത നേതാവുണ്ട്? ഇതിന് ഉത്തരം പറയാൻ ഇവിടെ ഏതു മതഗുരുവുണ്ട്? ഇതിന് ഉത്തരം കൊടുക്കുവാൻ ഏത് കർമ്മങ്ങളുണ്ട്? അങ്കമാലിക്കാരോടൊരു വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിന് മറുപടി പറയാൻ നീ വിശ്വസിക്കുന്ന മതത്തിന് കഴിയുകയില്ല, സഭകൾക്ക് കഴിയുകയില്ല, സംഘടനകൾക്ക് കഴിയുകയില്ല, മതത്തിന്റെ കർമാദികൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രമൊക്കെ പറയാം. ബ്രദറുകാരല്ലാതെ വരികയല്ല. നമ്മളൊന്നും മാറണമെന്നേ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറണം. മാറണം. പറഞ്ഞപ്പോൾ കൈപൊക്കിയാ പോരാ, അതിന് മുമ്പ് തന്നെ പൊക്കണം. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ വയസ്സ് കുറച്ചേ ആയി. ബൈലിച്ചാൻ്റെ അത്രയൊന്നും ആയില്ല. അദ്ദേഹം ആദരണീയൻ, എന്നെക്കാൾ ഒത്തിരി മൂത്ത. പക്ഷെ എനിക്കും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ആ ത്വര മാറിയിട്ടില്ല, ആ തിളപ്പങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ഈ രക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? നമ്മുടെ ചില ആളുകളുടെ ഇരിപ്പ് കണ്ടാൽ ഇവൻ ആയുസ് രക്ഷിക്കപ്പെട്ടതല്ലെന്ന് തോന്നിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം അങ്ങനെയാ. ഇന്നൊരോളം വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെയല്ലായിരുന്നു, ഒരോളം വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ആര് വിടുവിക്കും? എന്നെ ആർ വിടുവിക്കുമെന്ന ചോദ്യത്തിൻ്റെ മറുപടി ആർക്ക് കൊടുക്കാൻ കഴിയും? മനുഷ്യൻ മുട്ടിയ മതത്തിൻ്റെ വാതിലുകളെല്ലാം അവനെതിരെ കൊട്ടിയടയ്ക്കപ്പെട്ടു. അവൻ നിരാശയോടുകൂടെ തലകുനിച്ച് നിൽക്കുകയാണ് നമ്രശിരസ്കനായി. ആരവനെ രക്ഷിക്കും? ആരവനെ വിടുവിക്കും? എത്രയോ കാലങ്ങളായി ഒരു സ്ഥലത്ത് തന്നെ പോകുകയല്ലേ. ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം പുറമേ നിന്ന് വന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. എല്ലാ വർഷവും ഒരു സ്ഥലത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരിടത്ത് തന്നെ ഇഷ്ടംപോലെ പണം കൊടുക്കുകയല്ലേ, കായക്ലേശം നടത്തുകയല്ലേ. എന്തെങ്കിലും പ്രയോജനം വന്നോ? വീണ്ടും നീ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ആർ വിടുവിക്കും?
എന്നെ ആർ വിടുവിക്കും? ഇവിടെ അതിനൊരു ചോദ്യവും മറുപടിയുമായിട്ടാണ് എൻ്റെ യേശു വന്നത്. എൻ്റെ യേശു അതിന് മറുപടി കൊടുത്തു. എവിടെയാ കൊടുത്തത്? എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യെസ്, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തിരുവെഴുത്തുകളെ പൂർത്തീകരിച്ച് ആകാശത്തെ ചായ്ച്ച് മനുഷ്യൻ്റെ ചോദ്യത്തിന് മറുപടിയുമായി ഹല്ലേലൂയ എൻ്റെ യേശു ഈ മണ്ണിലേക്ക് വന്നു. ആ യേശുവിനെ കയ്യിലേന്തിക്കൊണ്ടാണ് ശിമിയോൻ പറയുന്നു, തൃപ്തിയായി, എനിക്കിപ്പോഴെന്തായി? തൃപ്തിയായി, എനിക്കിനി കണ്ണടഞ്ഞാൽ മതി. അതാണ് അയാൾ പറഞ്ഞതിൻ്റെ കാരണം എന്നാന്നറിയാമോ? വേദപുസ്തകം നിങ്ങൾ വായിക്കുന്നവരാ. അവിടെ അതിനു മുൻപ് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രവചനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ പ്രവചനം? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപ് എന്ത് ചെയ്യുകയില്ല? മരണം കാണുകയില്ല. അത് വാങ്ങിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാ, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ മരണം കാണുകയില്ല. ഈ ഭൂമിയിൽ ഒരു വീട് വയ്ക്കാതെ ഞാൻ മരണം കാണുകയില്ല. 2 ഏക്കർ സ്ഥലം വാങ്ങാതെ ഞാൻ മരണം കാണുകയില്ല. ഇന്നോവ കാർ എൻ്റെ വാതുക്ക വരാതെ ഞാൻ മരണം കാണുകയില്ല. എൻ്റെ മൂത്തവൻ്റെ കൊച്ചിനെ കാണാതെ ഞാൻ മരണം മണ്ണാങ്കട്ട ഇതൊന്നും കണ്ടില്ലേലും സാരമില്ലടോ, സാരമില്ല. എന്നാൽ ഇയാൾ പറഞ്ഞതുപോലെ പറയണം, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ ഞാൻ മരിക്കുകയില്ല. ആ മരണം എത്ര ഭാഗ്യമുള്ളതാണ്, അതെത്രയോ ധന്യമേറിയതാണ്. ഹല്ലേലൂയ. ആ ശിശുവിനെ കയ്യിലേന്തിയിരിക്കുക. അങ്ങനെ ആ രക്ഷയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തീർന്നില്ല, പടിവെട്ടാൻ പോയതേ ഉള്ളൂ. ഈ ശിശുവിനെ കണ്ട് ആ രക്ഷയുടെ കാര്യം പറഞ്ഞു ഈ വായിച്ച വേദഭാഗത്ത് ശിമിയോൻ പറയുന്ന, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷയുടെ 5 പ്രത്യേകതകൾ കാണാൻ കഴിയും ഈ വേദഭാഗത്ത്. അതാണല്ലോ നമ്മുടെ ബ്രദറുകാരുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഗുണം, ഇല്ലേ? ഇതങ്ങനെയാണോ? ഉൽപ്പത്തിയിൽ നിന്നൊന്ന് വായിക്കും, പിന്നെ വേറെ ഏതാണ്ട് കൂടെ പോകും, പിന്നെ ഒടുവിൽ വിഷയവുമില്ല, വചനവുമില്ല, പിന്നെ വേറെ വല്ലതും ആയിരിക്കും, പിന്നെ ദൈവം ഫോണിൽ കൂടെ സംസാരിച്ചതും മറ്റും പിന്നത്തെ വിഷയം. പോട്ടെ, അതൊക്കെ അങ്ങ് നീങ്ങട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ രക്ഷയുടെ ഒരു 5 സവിശേഷത ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ രക്ഷയുടെ 1-ാമത്തെ സവിശേഷത, രക്ഷ വ്യക്തിയാണ്. മനസ്സിലാക്കണം, രക്ഷ വ്യക്തിയാണ്. രക്ഷ സഭയല്ല, രക്ഷ മതമല്ല, രക്ഷ സംഘടനയല്ല, രക്ഷ ഒരു കൂട്ടം മനുഷ്യരും അല്ല. രക്ഷ ഒരു വ്യക്തി. സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ക്രൈസ്തവ മാർഗത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ സകല മതങ്ങളും ആചാര അനുഷ്ഠാനങ്ങളിൽ കർമ്മജടിലമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രൈസ്തവ മാർഗമെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ രക്ഷയെന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. ശിമിയോൻ എന്താ ഇവിടെ പറയുന്നത്? നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ശിമിയോൻ്റെ കയ്യിലിപ്പോൾ ആരായിരിക്കുന്നത്? യേശു കുഞ്ഞാണിരിക്കുന്നത്, യേശുവാണിരിക്കുന്നത്. യേശു കുഞ്ഞൊന്നൊന്നും ഞാൻ പറയത്തില്ല. യേശു 33.5 വയസ്സുവരെ ജീവിച്ച് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിട്ടും ചില വർഗങ്ങൾ പറയുന്നത് ഉണ്ണീശോ എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യനെ കളിപ്പിക്കാനുണ്ടോ? എനിക്ക് വയസ്സ് ഈ നവംബർ 29 നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാം, 71 തികഞ്ഞു. തോന്നുകയല്ലേ മനുഷ്യൻ്റെ ശുദ്ധി കൊണ്ട മനസ്സിൻ്റെ? അപ്പോൾ 71 തികഞ്ഞു, 72 കയറി, 72 ചവിട്ടി നിൽക്കുക ഇവിടെ. എന്നെ നോക്കിയിട്ട് എൻ്റെ അമ്മ ഇപ്പോൾ ഇല്ല, എൻ്റെ അമ്മ പറഞ്ഞെന്നിരിക്കട്ടെ,
ചോദിക്കട്ടെ, ഞങ്ങളുടെ ഉണ്ണിയാണ്ടപ്പിള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നെ കളിയാക്കാൻ ഇതിൽ പരമുണ്ടോ? ഞാൻ ഓർപ്പിച്ചത്, യേശു 33.5 വർഷം വരെ ഈ ലോകത്തിൽ ജീവിച്ച് മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ മേഘപ്പാളികളെ കീറിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഇന്ന് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്യുന്ന എന്നേക്കുമുള്ള മഹാപുരോഹിതനായി പിതാവിൻ്റെ വലഭാഗത്ത് ജീവിക്കുന്നവനെ വിളിക്കുകയാണ് ഉണ്ണി ഈശോ എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്കമാലിക്കാർ അങ്ങനെ വിളിച്ചെൻ്റെ യേശുവിനെ കളിയാക്കരുത്. അതവിടെ നിൽക്കട്ടെ. യേശുവിനെ എടുത്തിട്ട് പറയുക, നാഥാ, നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടു. വാസ്തവത്തിൽ ശിമിയോൻ കണ്ടതാരെയാ? യേശുവിനെയാ കണ്ടത്. യേശുവിനെ കണ്ട് ശിമിയോൻ പറയുകയാണ്, നാഥാ, എൻ്റെ കണ്ണ് കണ്ടത് രക്ഷയാണ് കണ്ടത്. ഈ രക്ഷയെന്ന് പറയുന്നത് യേശുവാണ്. സുവിശേഷം ആരാണ്? സുവിശേഷം യേശുവാ. അതാണെന്നേ ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്. സുവിശേഷം യേശുവാ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പറഞ്ഞ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഇവന്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തി കേട്ടോ, രക്ഷയൊരു വ്യക്തി. തീർന്നില്ല. പ്രത്യാശയോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് കേട്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഒന്നും തോന്നണ്ട, ഈ ഇരിപ്പ് മിക്കവാറും ഇരിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, രക്ഷയൊരു വ്യക്തി യേശു ക്രിസ്തു, സുവിശേഷം ഒരു വ്യക്തി യേശു ക്രിസ്തു, പ്രത്യാശയൊരു വ്യക്തി യേശു ക്രിസ്തു. ആ യേശുവിനെ പ്രസംഗിക്കാൻ എന്നാ സന്തോഷമാണെന്നറിയാമോ? വാസ്തവത്തിൽ കോഴിക്കോട്ടു നിന്നാണ് വന്നത്. ഇന്നലെ അങ്ങോട്ട് ക്ഷീണിച്ച് യാത്ര ചെയ്തു. ഒരു വിവാഹ ശുശ്രൂഷ നടത്തി, ആഹാരം പോലും കഴിക്കാതെ. എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ ട്രെയിൻ സ്റ്റാർട്ടായി പോകാൻ കിടക്കുക. ഞാൻ ആഹാരം കഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തേതെല്ലാം വെള്ളത്തിലായിപ്പോൻ. ആഹാരം കഴിച്ചില്ല. അപ്പോൾ എന്നെ വിട്ടയാൾ പറഞ്ഞു, അയ്യോ അച്ഛൻ ആഹാരം കഴിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്കിങ്ങനെയാ, ആഹാരം കഴിക്കുന്നതിനേക്കാൾ വൈകുന്നേരത്തെ ശുശ്രൂഷയാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ തളർന്നൊന്നും വീണില്ലല്ലോ. വീണോ? ഇല്ലല്ലോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു വസ്തുതയെ ഓർപ്പിക്കട്ടെ, ഈ വ്യക്തിയെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും മതിയാകുകയില്ല. ഒരിക്കൽ വർഗീസ് എന്നോട് ചോദിച്ചത്, എത്ര കാലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന്. അനേകർ ചോദിക്കുന്ന ചോദ്യം അതാണ്. 23-ാം വയസ്സിൽ തുടങ്ങിയതാ. പറയുമ്പോൾ ചങ്കിനകത്ത് പെടപെടപ്പാ കേട്ടോ. 23-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ പ്രസംഗം. ഈ വർഷങ്ങൾ അത്രയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയൊരു വ്യക്തിയെ പ്രസംഗിക്കും തോറും യൗവനം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. നോക്കിയാൽ തലമുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല. ഇത് ബ്ലാക്ക് അടിച്ചൊന്നുമല്ല, ബ്ലാക്ക് അടിക്കുകയല്ല, കളറടിക്കുകയല്ല. ഇതിങ്ങനെയാ. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ കണ്ണടയൊന്ന് മാറി. മറ്റേ കണ്ണട ഒന്ന് മാറണമെന്ന് തോന്നി. ഞാൻ ആ കണ്ണടയൊന്ന് മാറാൻ അടുത്ത കോട്ടയത്തുള്ള കണ്ണട ഷാപ്പിൽ ചെന്നു. അവർ ടെസ്റ്റ് ചെയ്ത് എന്നോട് പറയുകയാണ്, ഇത്രയും പവർ ഇനിയും വേണ്ടെന്ന്. ഇതുവരെ ഉപയോഗിച്ച കണ്ണടയുടെ പവർ ഇപ്പം വേണ്ടെന്ന്. അപ്പോൾ അയാളൊരു CSIക്കാരനെ എന്നോട് ചോദിച്ചു, എന്നാ ഇതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു, 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം എന്ത് ചെയ്യുന്നെന്നാണ്? കണ്ണിന് പ്രകാശനം നൽകുന്നെന്ന. 4-5 മണിക്കൂർ സന്തോഷത്തോടെ പറയാം, 4-5 മണിക്കൂർ എൻ്റെ ഊർജ മുറിക്കകത്തിരുന്ന് ദൈവസന്നിധിയിൽ വചനം വായിച്ചപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് കണ്ണാടി വേണ്ട. പിന്നെ താൻ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? മുഖത്തെ വൃത്തികേട് മാറാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ പ്രസംഗിക്കുക. യേശു സുവിശേഷമാണ്, യേശു രക്ഷയാണ്, യേശു പ്രത്യാശയാണ്. ഇവിടെ ഈ രക്ഷയുടെ 1-ാമത്തെ പ്രത്യേകത, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ഇന്ന് രാത്രി രക്ഷ കാണാത്തവരിവിടെ ഇരിപ്പുണ്ടോ? യേശുവിനെ കണ്ടാൽ മതി, യേശുവിനെ കണ്ടാൽ മതി. ലോകത്തിൽ മറ്റെന്തെല്ലാം കണ്ടിട്ടും യേശുവിനെ കാണുന്നില്ലെങ്കിൽ അതുപോലൊരു പരാജയം നിനക്ക് വേറെയില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ ലോകത്തുള്ള മറ്റൊന്നും കണ്ടില്ലെങ്കിലും യേശുവിനെ ഈ രാത്രി കണ്ടിട്ട് വേണം ഭവനത്തിലേക്ക് പോകാൻ. യേശുവിനെ കണ്ടാൽ രക്ഷ കണ്ടു എന്ന് നാം ഇവിടെ കാണുന്നു. ഞാൻ വിവരിക്കുന്നില്ല എന്തുകൊണ്ട് യേശു രക്ഷയായിരിക്കുന്നു.
ഞാൻ പടിപടിയായിട്ട് 2-3 വാക്യങ്ങൾ അങ്ങ് പറയാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവൻ തൻ്റെ ജനത്തെ പറഞ്ഞ് അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു രക്ഷയാകാനുള്ള കാരണം എന്താണ്? തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നത് യേശു ആകയാൽ യേശു നമ്മുടെ രക്ഷയാണ്. വീണ്ടും നാം 1 യോഹന്നാൻ 3:5 വായിക്കുമ്പോൾ എന്താ? 1 യോഹന്നാൻ 3:5 അവിടെ എഴുതിയിരിക്കുന്നത് യേശു പാപങ്ങളെ നീക്കുവാൻ, ദൈവപുത്രൻ പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി എന്നാണ്. ഇന്ന് രാത്രി നമുക്ക് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അനേകരെ പോലെ മതങ്ങൾ സ്ഥാപിക്കാനല്ല യേശു വന്നത്. ഒരു നവോത്ഥാന കർത്താവായിട്ടല്ല യേശു വന്നത്. യേശു വന്നതൊരു മതഗുരുവല്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഓർത്തു പോവുകയാണ്. ഒരു കാലത്ത് യേശു എന്നുള്ള ഒരു വാക്കുപോലും ഉപയോഗിക്കാത്ത പാർട്ടികളെല്ലാം നാഴികയ്ക്ക് 40 വട്ടം ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യേശുവിനെ മതി. ഞങ്ങളുടെ ആ കോട്ടയത്ത് ഈയിടെ ഒരു വലിയ ഉത്സവം നടന്നു. ഞാൻ അങ്ങനെ പറയുന്നത്. വചനമെന്ന് പറയുന്നത് 7 അയലോക്കത്തൂടെ പോയില്ല. അവിടെ ആകെ വചനം പറഞ്ഞത്, സുവിശേഷം പറഞ്ഞത് സതീശനാണ് പറഞ്ഞത്. സതീശനാ. ഞാൻ വിചാരിക്കുന്നത് ഇവരുടെയെല്ലാം സെൻട്രൽ പാർഷായിട്ട് ആ പുള്ളിയെ എടുക്കണം. കാര്യം അങ്ങേരാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും യേശുവിനെ വേണം, യേശുവിൻ്റെ വാക്ക് വേണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലെ യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നതൊന്ന്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശുവെന്ന് പേരിടാം. അതുപോലെ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3:5 ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ദൈവപുത്രൻ വന്നത് പാപത്തെ നീക്കുവാനായിട്ടാണ്. വീണ്ടും 1 തിമോത്തിയോസ് 1:15 എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട്. 1 തിമോത്തിയോസ് 1:15 ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ. ഒന്ന് ഉറക്കെ പറ. ഇപ്പോൾ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു സന്തോഷമില്ല, പെട്ട ഉത്സാഹത്തോട് പറ. അപ്പോൾ എന്താണ് അവിടെ വായിക്കുന്നത്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:12 ഉറക്കെ നമുക്ക് പറയാം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ 1-ാമത്തെ സവിശേഷത, രക്ഷയൊരു വ്യക്തിയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. ഇനി രക്ഷയുടെ 2-ാമത്തെ പ്രത്യേകതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. 2-ാമത്തെ പ്രത്യേകത, ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. 31-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സകല ജാതികളുടെയും മുൻപിൽ നീയെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇനിയും ഒരുക്കണ്ട. പുത്രനെ തകർത്തുകൊണ്ടാണ് പിതാവായ ദൈവം ഈ രക്ഷ എന്ത് ചെയ്തത്? ഒരുക്കിയത് എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കേണ്ടതാണ്. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നാം മർക്കോസുവായ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു ഒടുവിലായി പറഞ്ഞ ഒരു മൊഴി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മൊഴി പറഞ്ഞു? എത്ര? 7 8? 7 മൊഴി. അതിലൊടുവിലത്തേത് എന്താണ്? സകലവും നിവർത്തിയായി. സ്തോത്രം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തന്നെ ഏൽപ്പിച്ച ആ പ്രവൃത്തി നിവർത്തിച്ചു. ദൈവം തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചെങ്കിൽ ആ ഇഷ്ടം നിവർത്തിച്ചു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടിയാണ് വന്നതെങ്കിൽ അത് തൻ്റെ മരണത്താൽ അവിടെ നിവർത്തിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്തുകൊണ്ട് ആ രക്ഷയൊരുക്കി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരമായി എല്ലാവർക്കും രക്ഷയൊരുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 9-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ പൗലോസ് ലേഖനകർത്താവ് പറയുന്നു,
എഴുതിയിരിക്കുന്നുണ്ട്, ഇനിയും മേലിൽ പാപങ്ങളുടെ മോചനത്തിനായി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ഇനി പാപമോചനത്തിന് വേണ്ടി ഒന്നും നിവർത്തിക്കണ്ട, ഒന്നും ചെയ്യണ്ട. യേശുവെല്ലാം നിവർത്തിച്ചിരിക്കുകയാ. നാം അത് കൈനീട്ടി സ്വീകരിച്ചാൽ മതി. 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഒന്നാമത് അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 29-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അതൊക്കെ വളരെ മനോഹരമായ വാക്യങ്ങളാണ്. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം. എന്ന വാക്കാ എഴുതിയിരിക്കുന്നത്? അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കിയെന്നാണ്. എപ്പം വരെ മരത്തിൽ കടന്നു? അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തി ആകുന്നത് വരെ യേശു മരത്തിൽ കടന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അത് നിവൃത്തിയായപ്പോൾ അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇനി ആരും മരത്തിൽ കയറണ്ട. ഇനിയും ഡിസംബറിൽ കയറാനിരിക്കുക കുറേ എണ്ണം. മരവുമായി പോകാനിരിക്കുക, മലയിൽ കയറാനിരിക്കുക. അയ്യോ, ഇന്ന് രാത്രി അങ്കമാലിക്കാരൊന്ന് കേൾക്കണം. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി. എൻ്റെ പൊന്നു ബ്രദറെ, എല്ലാവരോടും പറയണം, ഇനി ആരും മരത്തിൽ കയറണ്ട. എന്തൊരു അർത്ഥങ്ങളാണെന്നറിയാം. ഞാനിതൊക്കെ ആസ്വദിച്ച് പറയുന്നയാളാ. ഹാബേലച്ചൻ ലിജോ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഓർമ്മ കാണും. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പാട്ടിൽ ഒരു ലൈൻ ഇങ്ങനെയാ: മരത്താലേ വന്ന പാപം. എന്നാ വാചകം അതൊക്കെ! നമ്മുടെ ആളുകൾ എഴുതിയാൽ ഒന്നും കാണുകയല്ല. 2 സ്തോത്രവും കാണും, 3 ഹല്ലേലൂയയും കാണും, പിന്നെ മുട്ടടിക്കുക. ഇതല്ല, അദ്ദേഹം എഴുതി വെച്ചിരിക്കുക, മരത്താലേ വന്ന പാപം മരത്താലേ നീക്കി. വല്ലതും തോന്നുന്നുണ്ടോ അത് കേട്ടിട്ട്? തോന്നുന്നില്ലെങ്കിൽ എന്തോ രോഗം ഉള്ളിലുണ്ട്, നാളെ ആശുപത്രി കാണിക്കണം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മരത്താലേ വന്ന പാപം. മരത്താലേ വന്ന പാപം മരത്താലേ നീക്കി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ നിവൃത്തിയായ ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കിയെന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ ഈ രക്ഷയെ സംബന്ധിച്ച് പറയട്ടെ, ഒരുക്കപ്പെട്ട രക്ഷയാണ്. മനുഷ്യൻ ഇനി ഒരുങ്ങണ്ട. ഇവിടെ ഒരു വലിയ മനുഷ്യൻ മുത്താഴം ഒരുക്കിയതായി മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ കാണുന്നു. എന്താ ഈ മുത്താഴം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഠിപ്പിക്കാൻ പോയ സമയം പോയാണ്ട് തീർന്നു വരികയാണ്. ഞാനല്ല പ്രസംഗം. അപ്പോൾ അവിടെ ഇതൊക്കെ പഠിപ്പിക്കാൻ പോയാൽ നേരം പോകും. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു രാജാവ് ഒരു മുത്താഴം ഒരുക്കിയതായി കാണുന്നു. എന്തോന്നാ ഈ മുത്താഴം? എന്താ? മുത്താഴം അല്ലാതെ എന്തോന്നാ മുത്താഴം? എന്താ ഈ മുത്താഴം സമം പ്രാതൽ എന്നാണ് എൻ്റെ അർത്ഥം. അയാളൊരു സദ്യ ഒരുക്കിയതിന് ശേഷം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിക്കാൻ പോകുന്നവരോട് എന്താ പറയേണ്ടത്? 2 കാര്യങ്ങൾ പറയണം, കേൾക്കണം. ഒന്ന്, അവിടെ പറയുന്നത് എൻ്റെ മുത്താഴം കേൾക്കണം. എൻ്റെ മുത്താഴം ഒരുക്കി ബാക്കി തീർന്നു. അതിനൊക്കെ ആശയമുണ്ടെന്നേ. എൻ്റെ മുത്താഴം ഒരുക്കി, ഇനി ആരും ഒരുക്കാൻ ഇങ്ങോട്ട് വരണ്ട. അങ്കമാലിക്കാരോട് പറയുക. എല്ലാവരും ഈ അങ്കമാലിക്കാരോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത്? ഇനി ആരും ഒരുക്കാൻ അങ്ങോട്ട് ചെല്ലണ്ട, ഒരുക്കി തീർന്നു. ഇനി അടുത്ത ഒരു പ്രയോഗമായി 22-ാം അധ്യായം 4-ാം വാക്യത്തിലുള്ളത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരുക്കി എന്ത് ചെയ്തു? ഒരുക്കി തീർന്നു. അടുത്തത് പറയുകയാണ് എല്ലാം ഒരുങ്ങിയിരിക്കും. ചെന്നേച്ചാൽ മതി. അങ്ങനെ ചെല്ലുന്ന കൂട്ടത്തിൽ ഒന്ന് സങ്കല്പിക്ക്, ഒരമ്മച്ചിയെ അല്പം തേങ്ങയും അല്പം മാങ്ങയും അല്പം പുളിയും അല്പം മുളകും അല്പം ഉള്ളിയും അല്പം ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സിക്കകത്തിട്ട് നല്ല മനോഹരമായ ഒരു ചമ്മന്തി ക്രിക്കറ്റ് ബോളിൻ്റെ ഫാഷനിൽ ഉരുട്ടിയതിന് ശേഷം അത് ഇല വാട്ടിയിട്ട് അതിനകത്താക്കി പൊതിഞ്ഞ് അതിൻ്റെ മീതെ പേപ്പറും പൊതിഞ്ഞ് ഈ ഒരുക്കിയ വീട്ടിലേക്ക് പോവുകയാണ്. ഒന്ന് ചിന്തിക്കണം. ഒരുക്കിയ വീട്ടിലോട്ട് പോവുക. അമ്മച്ചി ഇത് ഒരുക്കിക്കൊണ്ട് പോകുമ്പോൾ മരുമോള് ചോദിച്ചത് എന്നാത്തിനെയും കൊണ്ട് പോവുക. ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തിനെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ
ആഹാരം കഴിക്കണം, ഇത് കൂട്ടി ആഹാരം കഴിക്കണം. കൊണ്ടുപോയി നിങ്ങളൊന്ന് ചിന്തിക്കുക. സങ്കല്പിക്കുക, ആരും ചെയ്യുന്ന പണിയല്ലെങ്കിലും ഒന്ന് ചിന്തിക്കുക. ആ വലിയ സദസ്സിലെ അമ്മച്ചി ഈ പൊതി അങ്ങോട്ട് അഴിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിക്കറ്റ് അടിക്കുന്ന ബോൾ പോലത്തെ ഒരു ചമ്മന്തി ഉരുട്ടി വെച്ചിരിക്കുക. വിളിച്ചവനെ കളിയാക്കാൻ ഇതിൽ പരം വല്ലതും ഉണ്ടോ? അങ്കമാലിക്കാരോട് ഞാൻ പറയുക, ഇവിടെ ഇരിക്കുന്നവരോട് പറയുക, ദൈവം തൻ്റെ പുത്രനെ കുരിശിൽ തകർത്തുകൊണ്ട് പാപികളായ സകല മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കിയെങ്കിൽ നീ ഇനി ഒരുക്കാൻ പോകണ്ട. നിന്റെ ഒരു ചെറുവരര് പോലും അനക്കേണ്ട കാര്യമില്ല. അത് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനെന്നാ ഒരു ചെലവാ വന്നെന്നറിയാമോ? ഇതെല്ലാം ഇന്ന് പറയാം മോനെ, ഇന്നെല്ലാം പറയാം. നാളെ ഞാനുണ്ടോ എന്ന് ആര് കണ്ടു? അതുകൊണ്ട് പറയേണ്ടതല്ല. എപ്പോഴും എനിക്കൊരു ചിന്തയുണ്ട്, ഒരു പ്രസംഗം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ഒടുവിലത്തേതാകുമെന്നൊരു ചിന്തയില്ല. അതുകൊണ്ട് ഉഴപ്പിയൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല, പറയേണ്ടതൊക്കെ പറയും ഉള്ള സമയം കൊണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരുക്കി എന്ന് പറയുമ്പോൾ നിസ്സാരമായി കരുതരുത് കേട്ടോ, നിസ്സാരമായി കരുതരുത്. നമുക്കൊക്കെ കറണ്ടുണ്ട്, വീട്ടിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, ഫാൻ കറങ്ങും, AC വർക്ക് ചെയ്യും, എല്ലാം ചെയ്യും. മക്കളെ ആ സ്വിച്ച് ഒന്ന് ഇട്ടേരടി. സ്വിച്ച് ഇട്ട് എന്നാ പ്രയാസം? സ്വിച്ച് ഇടാൻ 10 പേര് വേണോ? വാ എല്ലാവരും കൂടെ വാ, നമുക്ക് സ്വിച്ച് ഇടാം. അങ്ങനെ ഉണ്ടോ? ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. പക്ഷേ സ്വിച്ച് ഇടാകുമ്പോൾ തന്നെ ലൈറ്റ് കത്തുന്നെങ്കിൽ, ഫാൻ കറങ്ങുന്നെങ്കിൽ, AC കറങ്ങുന്നെങ്കിൽ, അതുപോലെ മോട്ടോർ വർക്ക് ചെയ്യുന്നെങ്കിൽ, ഞാനൊരു വസ്തുത പറയാം. അങ്ങനെയൊക്കെ നമ്മുടെ വീടിനകത്ത് അത് അനുഭവിക്കേണ്ടതിന് ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇടുക്കിയിൽ ഒരു വലിയ ആർച്ച് ഡാം കെട്ടി. എത്ര കോടിയായെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നിട്ട് വെള്ളം തടഞ്ഞു നിർത്തി. ഇടുക്കി ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം 2-3 വലിയ കുഴലിലൂടെ മൂലമറ്റത്തൊരു പവർ ഹൗസ് സ്ഥാപിച്ചു. ഇല്ലേ? ചിന്തിക്കണമെന്നേ. പവർ ഹൗസ് സ്ഥാപിച്ചു. അവിടെ ജനറേറ്ററുണ്ട്. ഈ കുഴലിലൂടെ ശക്തമായിട്ട് ഈ വെള്ളം ചെന്ന് ജനറേറ്ററിൻ്റെ ലീഫിൽ ചെന്നടിക്കും. ജനറേറ്റർ കറങ്ങും. അങ്ങനെ കറങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് അവിടെ സ്റ്റോർ ചെയ്യും. അവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടായോ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കൊടുക്കണം, അങ്കമാലിക്കാർക്ക് കൊടുക്കണം, അനേക ജില്ലകളിൽ കൊടുക്കണം. എന്ത് വേണം? അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയും ഇവിടെയും ഒക്കെ സബ്സ്റ്റേഷൻ ഉണ്ടാകും, മെയിൻ സ്റ്റേഷനും സബ് സ്റ്റേഷനും ഉണ്ടാക്കണം, ട്രാൻസ്ഫോമർ ഉണ്ടാക്കണം, 11 kV ലൈൻ വലിക്കണം. അതുമാത്രമല്ല, അവിടെ നിന്ന് ചെറിയ ലൈൻ വലിക്കണം. അത് നമ്മുടെ ഫ്രണ്ടിലൂടെ പോകണം. അങ്ങനെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നാം പണമടച്ച് അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർവീസ് വയർ വലിക്കും, നമ്മുടെ മീറ്ററിലേക്ക് കൊണ്ടുചെന്ന് ഘടിപ്പിക്കും. മനസ്സിലായോ? ചുമ്മാ തലയും ആട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു പരിപാടി എന്നാ പറഞ്ഞാൽ ഇങ്ങനെ പട്ടൻ്റെ ഹോട്ടലിൽ ആ ബൊമ്മ ഇരിക്കുന്ന പോലെ. കാര്യം മനസ്സിലാക്കണം. കോടി 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 കോടി. എത്ര കോടി എന്നൊന്നും എനിക്ക് പറയാനല്ല. 100 കോടിയല്ല, 500 കോടിയല്ല, 1000 കോടിയല്ല. എന്നെ കൊണ്ട് പറ്റുകയില്ല. ഞാൻ എഞ്ചിനീയർ അല്ല. വലിയൊരു മുതൽ മുടക്കി ഡാം കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി മൂലമറ്റം പവർ ഹൗസിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് കറണ്ട് സ്റ്റോർ ചെയ്ത് അവിടെയും ഇവിടെയും ഒക്കെ സ്റ്റേഷൻ സ്ഥാപിച്ച് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് അങ്ങനെ ലൈൻ വലിച്ച് സർവീസ് വയർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിൽ എന്ത് കിട്ടുന്നത്? പറഞ്ഞേ ഇന്ന് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നേ. ഇത് കൂടുതലൊക്കെ എന്നാ കേൾപ്പിക്കാനാ? ചാണ്ടപ്പിള്ളയ്ക്ക് ആയുസ് കിട്ടാൻ പ്രാർത്ഥിക്കേ. ഇല്ലേ, ഇത് പോയാൽ ഞാൻ പൊങ്ങച്ചം പറയുകയല്ല. മക്കളൊക്കെ പ്രസംഗിക്കും, മോനൊക്കെ നന്നായിട്ട് പ്രസംഗിക്കും, ഇല്ലെന്നല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ വലിയൊരു മുതൽ മുടക്കി നമ്മുടെ വീട്ടിൽ കറണ്ട് വന്നപ്പോൾ സ്വിച്ച് ഇടുക. ഈ രാത്രി ഞാൻ പറയട്ടെ, അതിനേക്കാൾ വലിയ ചെലവാണ് കുരിശിൽ വരുത്തിയത്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ, സ്വർഗത്തിന്റെ പ്രബോധ വിഷയമായിരുന്നവൻ, സ്വർഗത്തിന്റെ ആരാധന കേന്ദ്രമായിരുന്നവൻ, മഹാദൈവമായവൻ മനുഷ്യനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. കാൽവരിയിലെ കൊലമരത്തിലെ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ ചക്കില് അവനെ അരച്ചു തകർത്ത് കളഞ്ഞ് ദൈവൻ രക്ഷയൊരുക്കി. നാണമില്ലേ ഇതിൻ്റെ കൂടെ പിന്നെ കൂട്ടിച്ചേർക്കാൻ പോകാൻ?
അങ്കമാലിക്കാർ പോകരുത്. ഒരുക്കപ്പെട്ട രക്ഷ. മൂന്നാമത് ഈ രക്ഷയെക്കുറിച്ച് സമയമുണ്ട്. മൂന്നാമത് ഈ രക്ഷയുടെ സവിശേഷത വീണ്ടും 31-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ? നിന്റെ രക്ഷ, അഥവാ ഈ രക്ഷ ദൈവത്തിൻ്റെ രക്ഷയാണ്. ഇതൊരു സഭക്കാരെയൊന്നും ഏൽപ്പിച്ചിട്ടുള്ള രക്ഷയല്ല. ഇപ്പം ഈ ബ്രദറിലെ ഈ ചാണ്ടപ്പിള്ളയാണ് ഏൽപ്പിച്ചെന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ. എന്നെ കാണുമ്പോൾ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ ഇടപെടുന്നവർക്കെല്ലാം ഈ രക്ഷ കൊടുക്കും. ബ്രദറുകാരാണെ തന്നെയും എന്നെ കണ്ടാൽ മുഖം തിരിച്ചു പോകുന്ന ഒറ്റ ഒരുത്തിനും ഈ രക്ഷ കൊടുക്കൽ. ഇതൊന്നും കൊടുക്കാഞ്ഞിട്ട് ചിലപ്പോഴത്തെ ഭാവം കണ്ടാൽ അതതിനേക്കാൾ അപ്പുറമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യനെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ചില ആളുകൾ പറയും ഞങ്ങളെയാ പാപമോചനം ഏൽപ്പിച്ചത്, ഞങ്ങളെല്ലാവർക്കും അങ്ങ് മോചിച്ചു കൊടുക്കുക. എടാ, നീ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് ആരാ മോചിച്ചു തരുന്നത്? പാമ്പിടിച്ചവൻ ഇതേ ചെയ്യുന്നുള്ളൂ. നീ കാണിക്കുന്ന കൊള്ളരുതായ്മ എന്തുമാത്രം, അതൊക്കെ മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ നോക്കുമോ? ഇല്ലേ? അതിനാരാ പാപം മോചിച്ചു തന്നത്? മക്കളെ, ചാണ്ടപ്പിള്ള പറയുക, കേൾക്കണം കേട്ടോ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഹല്ലേലൂയ മനുഷ്യപുത്രന് അധികാരമുണ്ട്. രക്ഷ ദൈവത്തിൻ്റെതാ. രക്ഷയൊരു സഭയെ ഏൽപ്പിച്ചിട്ടില്ല, രക്ഷയൊരു സമൂഹത്തെ ഏൽപ്പിച്ചിട്ടില്ല, രക്ഷയൊരു കൂട്ടം ആളുകളെ ഏൽപ്പിച്ചില്ല. ഇത് ദൈവത്തിൻ്റെ രക്ഷയാണ്. ഇതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷയാകാൻ? വേഗത്തിൽ അവസാനിപ്പിക്കുക. എന്താണ് ഈ ദൈവത്തിൻ്റെ രക്ഷയാകാൻ? ഇതിന് വില കൊടുത്തത് ദൈവമാണ്. ഇതിന് വില കൊടുത്തത് ദൈവമാണ്. ആരെയാ വില കൊടുത്തത്? തൻ്റെ പുത്രനെയാണ് കൊടുത്തത്. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു പോകട്ടെ. തൻ്റെ പുത്രനെ ചെലവ് ചെയ്തുകൊണ്ട് ഈ രക്ഷ ദൈവം ഒരുക്കിയതുകൊണ്ട് ഈ രക്ഷ ദൈവത്തിൻ്റെ രക്ഷയാണ്. ഈ പുത്രനെ ചെലവ് ചെയ്തത് എങ്ങനെയാ? 3 പദങ്ങൾ ഞാൻ അതിനകത്ത് ഉപയോഗിക്കുക. 1 2 കൊരിന്ത്യർ 8-ാം വാക്യം. ദൈവം അവനെ ദരിദ്രനാക്കി. സ്തോത്രം, ദരിദ്രനാക്കി. 2 കൊരിന്ത്യർ 5:21 ദൈവം അവനെ പാപമാക്കി. എബ്രായ ലേഖനം 2:10 ദൈവം അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. പോരെ ലിജോയെ, ദൈവം അവനെ ദരിദ്രനാക്കിക്കൊണ്ട്, ദൈവം അവനെ പാപമാക്കിക്കൊണ്ട്, ദൈവം അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിക്കൊണ്ട് ചെലവ് ചെയ്തതുകൊണ്ട് ഈ രക്ഷ ദൈവത്തിൻ്റെ രക്ഷയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ രക്ഷയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ദൈവത്തിൻ്റെ ഈ രക്ഷയുണ്ടല്ലോ, ദാനമായ രക്ഷയാണ്. ഇത് ദാനമായ രക്ഷയാ. ദൈവം കാശ് വാങ്ങിച്ചേച്ച് തരുന്നതല്ല, ദൈവം ഇത് ദാനമായി തരുന്നതാണ്. വെളിപ്പാട് പുസ്തകം 7-ാം വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട് 7:10 എന്താ? വെളിപ്പാട് വായിച്ചിട്ട് കാലങ്ങളായി. രക്ഷ എന്താ? രക്ഷയെന്നുള്ളത് ദൈവത്തിൻ്റെയും, രക്ഷയെന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമത്രേ. ഒരു പാട്ടുണ്ട്, പാട്ടുകാരൊക്കെ ഇവിടെ പാടി. നിന്ദാനമൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ അറിയാവുന്നവർക്ക് എൻ്റെ കൂടെ പാടാം. നിന്റെ രക്ഷ ദാനമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നുടെ കൃപ. നിന്റെ രക്ഷാദാനമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നുടെ കൃപ. മന്നിടത്തിൽ ക്രൂശതിൽ നിന്നുമുയർന്നു ഉന്നതമാം സ്വർഗത്തിൽ വാസവും നൽകി എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്താ. വല്ല നിവൃത്തിയുണ്ട് കൊള്ളാവുന്ന പാട്ടൊന്നും പാടരുത്. ഇവരുടെ പാട്ടൊക്കെ ജോസേട്ടാ എന്നൊക്കെ ഇളയതാ, ബഹുമാനം കൊണ്ടങ്ങ് വിളിച്ചു പോയതാ. നിങ്ങളുടെ പാട്ടൊക്കെ നല്ല പാട്ടാണ്. പക്ഷേ ഞാൻ ഈ 3 ദിവസമായി കേട്ടപ്പോൾ എനിക്കൊരു ദുഃഖം വന്നു. അത് ഞാൻ പരസ്യമായിട്ട് പറയാൻ പോവുക. സുവിശേഷ ഗീതം കുറവായിരുന്നു.
പണ്ടൊക്കെ നമ്മുടെയൊക്കെ യോഗങ്ങളിൽ എന്തുമാത്രം സുവിശേഷ ഗാനങ്ങളാണ് പാടിയത്. ഇതെല്ലാം ആശ്വാസത്തിൻ്റെയും കണ്ണുനീരൊപ്പുന്നതിൻ്റെയും. ഇതിന് മാത്രം കണ്ണുനീര് കിടപ്പുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്നതുമൊക്കെ വേണ്ട. സഹോദരൻ, നാളെ മുതൽ പരിശീലിക്കുക കേട്ടോ. ഒരുപാട് ഈ പുട്ടിനിടയിൽ പീരയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വ്യക്തമായിട്ട് കുറേ നല്ല സുവിശേഷ ഗാനം തിരഞ്ഞെടുത്തങ്ങോട്ട് പാട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിരിക്കുന്നത് വരുവീനീ നല്ല അത് പാടുമ്പോൾ തന്നെ ഉണ്ടല്ലോ. അല്ലാതെ ഒരു സുവിശേഷ ഗാനം നിങ്ങൾ ഈ എല്ലാ ദിവസവും നേർച്ച നേർന്നതുപോലെ പ്രസംഗകർ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു അടി പാടും. അത് പ്രസംഗകരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള പാട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വിധത്തിൽ അങ്ങോട്ട് നാളെ ഒടുവിലത്തെ ദിവസമാണ്, നല്ല സുവിശേഷ ഗാനവും അഭ്യസിച്ചങ്ങോട്ട് പാടണം കേട്ടോ ജെയ്സനെ. പാടണം. ദൈവം സഹായിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാറ് ഈ പാട്ട് കേട്ടില്ലേ നിങ്ങൾ? എന്തോ ഒരു പാട്ടാ, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കേട്ടതാ. ഒന്നുകൂടെ പാടട്ടെ. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തുതാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ട്. ആ പാട്ടുകാരൻ പറയുകയാണ്, നിന്റെ രക്ഷദാനമേ എന്നും എനിക്കുള്ള ആശ്വാസമേ. അതാണ് വെളിപ്പാട് പുസ്തകം 7:10 നാം കണ്ടത്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമത്രയാണ്, ദാനമത്രേ. എഫേസ്യർ 2:8 എന്താ വായിക്കുന്നത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും. ആമേൻ. ഇത് ദാനമാ. ഇന്ന് പലർക്കും ഇത് അറിഞ്ഞുകൂടാ. യേശു ശമരിയക്കാരിയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞു എങ്കിൽ എൻ്റെ അടുക്ക വന്ന് ചോദിക്കാമായിരുന്നു. യേശുവിൻ്റെ അടുക്ക ചെല്ലാത്തതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ രക്ഷദാനമാണ്, നിനക്ക് വേണ്ടി മുടക്കിയതാണ്, ചെലവ് ചെയ്തതാണ്, അത് സൗജന്യമായി തരികയാണ്. ഒരു കാര്യം കൂടെ, സാധാരണ ആളുകൾ പറയാത്ത ഒക്കെ ആ വഴിയൊക്കെ ആയി പോകുന്നത്. അതെന്താ ഈ ദാനം തരാൻ കാര്യം? പറയാമോ നിങ്ങൾക്ക്? ഇത് നമുക്ക് ദാനം തരാൻ എന്താ കാര്യം? എന്നാ കാര്യം? അതാ കാര്യം. ഉപദേശി പറഞ്ഞു, ഇതിൻ്റെ വില എത്ര കയ്യിൽ കൊടുത്താലും ഈ ആത്മാവിന് എന്നാ വിലയുള്ളത്? എന്നാ വിലയുള്ളത്? സർവ്വലോകത്തേക്കാൾ വിലയാണ്. ഈ സർവ്വലോകത്തേക്കാൾ വിലയുടെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങാൻ അതിനേക്കാൾ കൂടുതൽ കൊടുത്താലല്ലേ പറ്റുകയുള്ളൂ, ഇല്ലേ? അപ്പോഴാണ് ഒരുത്തൻ ഒരു 5 ഏക്കർ റബ്ബർ തോട്ടം വിറ്റ കാശും കൊണ്ട് ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുക. ഇതെന്തിനാടാവേ? അതെൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക. ഇതെത്ര ഉണ്ട്? 5 ലക്ഷം. കൊണ്ടുപോക്കോണം, വിട്ടുപൊക്കോണം. ഇടം നിന്റെ ആത്മാവിൻ്റെ വില സകല ലോകത്തേക്കാൾ വിലയുള്ളത്. ആ സ്ഥാനത്താ നീ എന്തുകൊണ്ടുവരുന്നത്? 5 ലക്ഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെട്ടിയോട്ടയിൽ കുറേ സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് വരിക. പെട്ടിയോട്ടയിൽ ഇങ്ങോട്ട് കൊണ്ട് കയറ്റി കഴിഞ്ഞ് ദൈവം ചോദിച്ചു, എടാ ഈ മണക്കുന്നതെല്ലാം കൂടെ എവിടെ കൊണ്ടുപോവുക? അപ്പോൾ പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ. കൊണ്ടുപോകോളാൻ പറഞ്ഞു. എടാ ഇതിനെല്ലാം കൂടെ എന്തോ ഈ പെട്ടിയോട്ട പിടിച്ച് വന്നതിന് 150 രൂപ. ഇതിനകത്ത് സുഗന്ധവ്യഞ്ജനത്തിനെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 5000 രൂപ. ഈ 5150 രൂപയാണോടാ പൊട്ട നിന്റെ ആത്മാവിൻ്റെ വില? അയ്യോ, ഇന്ന് രാത്രി അങ്കമാലിക്കാര് കേൾക്കണം. നിന്റെ ആത്മാവിന്റെ വിലയേറിയത്, അത് സകല ലോകത്തേക്കാൾ വില. അതിന് വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ അങ്കമാലിക്കാരെ ലോകം മുഴുവനും വിറ്റാൽ അത് സാധ്യമല്ല. അതുകൊണ്ടാണ് 49-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവന്റെ പ്രാണന്റെ വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ രക്ഷയാണ്. 4-മത് ഏറ്റവും ഒടുവിലായി ഈ രക്ഷയുടെ 4-മത്തെ പ്രത്യേകത സകല ജാതികൾക്കുമുള്ള രക്ഷയാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ എങ്ങോട്ടേലും പോയോ? എല്ലാം അവിടുന്ന് ഈ പറയുന്നത്. അവിടെ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, സകല ജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന
നിന്റെ രക്ഷ. ഇത് സകല ജാതികൾക്കുമുള്ള രക്ഷയാ. ക്രൈസ്തവ മതത്തിന് മാത്രമുള്ള രക്ഷയല്ല, ഈ ലോകത്തിലെ സകല ആളുകൾക്കുമുള്ള രക്ഷയാ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പുതിയ പാട്ട് പാടുന്നുണ്ട്. എന്താണ് ആ പുതിയ പാട്ട്? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ, അടുത്തത് പറ, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി സകല ജാതികൾക്കുമുള്ള രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, കേട്ടോളുക. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, സ്തോത്രം, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്. ഒരു പ്രസിദ്ധമായ പുസ്തകം ലിജോ വായിച്ചിട്ടുണ്ട്, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, KP അപ്പൻ എഴുതിയ. അദ്ദേഹം അതിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ക്രിസ്തു ഭൂമിയുടെ അതിരുകൾ സ്വന്തമാക്കിയവൻ. എന്താ വാചകം! ക്രിസ്തു ഭൂമിയുടെ അതിരുകൾ സ്വന്തമാക്കിയവന്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം. തന്നെയല്ല, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. സകല ജഡവും ആരെയും വിട്ടിട്ടില്ല. ഞാനിവിടെ പുസ്തകം മടക്കട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ഈ രക്ഷ ഒരു സഭക്കാർക്ക് മാത്രമല്ല, ഒരു മതക്കാർക്ക് മാത്രമല്ല. ഈ അങ്കമാലി പ്രദേശത്ത് ഏതെല്ലാം ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആളുകൾ കേൾക്കുന്നുണ്ടോ, ഇതെല്ലാവർക്കുമുള്ള രക്ഷയാ. ഈ രക്ഷയല്ലാതെ വേറെ ഒരു രക്ഷയില്ല, വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഈ രക്ഷയായി യേശുവിനെ കയ്യിലെടുക്കുക. ശിമിയോൻ ഇതാ എടുത്തു കേട്ടോ. ശിമിയോൻ കയ്യിലെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വരുന്നു. നിങ്ങളുടെയൊക്കെ സഭയിൽ കാണുമായിരിക്കും, പുതിയൊരു ശിശു ജനിക്കുമ്പോൾ സഭയിൽ അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടോ സ്തോത്ര ശുശ്രൂഷ ചെയ്യും. ചില സമയത്ത് മൂത്ത എൽഡേഴ്സ് എന്നോട് പറയും, ബ്രദർ അങ്ങ് ചെയ്യാൻ പറയും. ഞാൻ അതിനെ ഇങ്ങനെ എൻ്റെ പിള്ള ഒരു ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞു, സ്വന്തം കൊച്ചിനെ പോലും ഇങ്ങനെ അങ്ങോട്ട് കരയാതെ എടുത്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ ആ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞിനെ കയ്യിലേക്കെടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ഒരു കുഞ്ഞല്ലിപ്പോൾ ശിമിയോൻ്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കുഞ്ഞല്ല ശിമിയോൻ്റെ കയ്യിലിരിക്കുന്നത്. ചരിത്രത്തെ വിഭജിച്ചവനാണ്, ചരിത്രത്തിനും അതീതനാണ്, മഹാദൈവമാണ്, സകലത്തിൻ്റെ സൃഷ്ടാവാണ്. ചരിത്രത്തിൽ ഒതുങ്ങിയവനായി, ജഡത്തിൽ ഒതുങ്ങിയവനായി ഇപ്പോൾ ശിമിയോന്റെ കരത്തിലിരിക്കുകയാ. ഹല്ലേലൂയ. ആ ശിമിയോൻ പറയുക, മതി, ഞാൻ പൊക്കോളാം. നിങ്ങൾക്ക് കേൾക്കണോ? ഇന്നിങ്ങോട്ട് വന്നപ്പോഴും 2 കുഞ്ഞുങ്ങളെ എന്നെ കൊണ്ടുവന്നത്. 2 കുഞ്ഞുങ്ങൾ, നല്ല 2 കുഞ്ഞുങ്ങൾ. അവരുടെ അപ്പന്മാർ നല്ലതായതുകൊണ്ട് അവരും നല്ലതായത്. ആരാന്നിപ്പോൾ പറയുന്നില്ല, കാര്യം അപ്പന്മാർ ചിലപ്പോൾ കസേരയൊന്ന് പൊങ്ങിപ്പോയാലോ. അപ്പോൾ അതുകൊണ്ട് പേര് പറയുന്നില്ല. 2 കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, എപ്പോഴും ഞാൻ ഒരുക്കമാണ്, എപ്പോഴും മരിക്കാൻ ഒരുക്കമാണ്. ഇന്ന് വിളിച്ചാൽ സന്തോഷമായിട്ട് പോകും. എനിക്കൊന്നിനെക്കുറിച്ചും ഒരു ഭാരമില്ല കേട്ടോ. ഒന്നിനെക്കുറിച്ചും സത്യമാണ്, ഒന്നിനെക്കുറിച്ചും ഭാരമില്ല. എനിക്കെൻ്റെ അപ്പൻ്റെ അടുക്ക പോകണം. കഴിഞ്ഞ 19 വർഷമായി ഏതൊരാളിനെ ഞാൻ പ്രസംഗിച്ച് നടന്നു. ആ തേജോപുഞ്ചത്തെ ഒന്ന് കാണണം, എങ്ങനെയാണ് ഇരിക്കുന്നതൊന്ന് കാണണം, ആ സന്നിധിയിലൊന്ന് പോകണം. സമാധാനത്തോടെ പോവാം. സമാധാനത്തോടെ പോകുമോ? എത്ര പേര് പോകും? ചില അമ്മച്ചിമാർ ജന്മം ചെയ്താൽ പോകത്തില്ല. എന്നിട്ട് വീട്ടിലുള്ളവർ പറയും, അമ്മച്ചി പെട്ടെന്ന് പോകും. ആ താക്കോൽ കൂട്ടമെടുത്ത് കയ്യിലോട്ട് കൊടുക്കാൻ പറയും. താക്കോൽ കൂട്ടമെടുത്ത്, അതാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഇന്ന് രാത്രി താക്കോൽ കൂട്ടമല്ല നമുക്ക് വേണ്ടത്, ദാവീദിൻ്റെ താക്കോലുള്ളവൻ വേണം. ഹല്ലേലൂയ. ദാവീദിൻ്റെ താക്കോലുള്ളവൻ നിന്റെ കയ്യിലോട്ട് വരട്ടെ, നിനക്ക് സമാധാനത്തോടെ മരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രക്ഷയുടെ 4 പ്രത്യേകത.
ഒന്ന് രക്ഷ യേശുക്രിസ്തുവാണ്. രക്ഷ ഒരുക്കപ്പെട്ട രക്ഷയാ. രക്ഷ ദൈവത്തിൻ്റെ രക്ഷയാ. രക്ഷ സകല ജാതികൾക്കുമുള്ള രക്ഷയാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എബ്രായർ 2:4 ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അങ്കമാലിയിൽ ഈ വാക്കുകളെ കേട്ട ആരും ന്യായവിധിയിലേക്ക് പോകരുത്, നരകത്തിലേക്ക് പോകരുത്. ആരും നരകത്തിലേക്ക് പോകരുത്. നിന്നെ സ്വർഗത്തിലെത്തിക്കാനും സമാധാനത്തോടിവിടെ ജീവിച്ച് സമാധാനത്തോടെ പോകാനും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഈ രാത്രി ആ നാഥനെ കയ്യിലേന്തുക, രക്ഷയൊരുക്കിയവനെ സ്വീകരിക്കുക, രക്ഷിക്കപ്പെടുക, ദൈവമക്കളാകുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഈ രക്ഷയുടെ വിലയും നിലയും മൂല്യവും അറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് രക്ഷ തന്ന ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റി ആ രക്ഷ സകല ജാതികളോടും പ്രസിദ്ധമാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വരേണം.